ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർക്കിളിലെ രണ്ട് കോഡ്സ് സർക്കിളിൻ്റെ ഉള്ളിലൊരു പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. അതിന് പേര് എ എന്നും ബി എന്നും കൊടുക്കാം. ഒരു കോഡിന് എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോഡിന് സി ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. കൂട്ടിമുട്ടുന്ന പോയിന്റിന് പി എന്നും കൊടുത്തു കഴിഞ്ഞാൽ കോഡിൻ്റെ പാർട്സിൻ്റെ പ്രൊഡക്റ്റ് രണ്ടാമത്തെ കോഡിൻ്റെ പാർട്സിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നാണ് ഇക്വേഷൻ വരിക. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതാണ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോഡ് രണ്ട് കണ്ടീഷൻ വരുന്നത്, രണ്ട് കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യാനാണ്. അതിൽ ഒരു കോഡ് ഡയാമീറ്റർ ആയിരിക്കണം, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകണം. സെൻറ്റർ ഉണ്ടാവും, ഒന്ന് ഡയാമീറ്റർ ആയിരിക്കണം. അതിന് എ ബി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോഡ് സി ഡി ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇപ്പോൾ സി ഡി എന്ന് പറയുന്ന കോഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. കൂട്ടിമുട്ടുന്ന പോയിൻറ്റിന് പി എന്ന് തന്നെ പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സി ഡി എന്ന് രണ്ടാമത്തെ കോഡിനും പേര് കൊടുത്തു കഴിഞ്ഞാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. അതിൽ സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്ന, അപ്പോൾ ഡയാമീറ്റർ ആയതുകൊണ്ട് സെൻറ്റർ ഉണ്ടാവും, സെൻറ്ററിൽ നിന്നും പെർപെൻഡിക്കുലറാണ്, രണ്ടാമത്തെ കോഡ് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ, ഒന്ന് ഡയാമീറ്ററാണ് പെർപെൻഡിക്കുലറാണ്. ഇങ്ങനെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈന് കോഡിനെ ബൈസെക്റ്റ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പി സിയും പി ഡിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പി സി ഇൻറ്റു പി ഡി എന്നുള്ളത് പി സി ഇൻറ്റു പി സി എന്ന് വെച്ചാൽ പി സി സ്ക്വയർ. നമ്മുടെ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിക്ക് പകരം നമുക്ക് പി സി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് സൈഡ് തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിളും സ്ക്വയറൊക്കെ വരയ്ക്കാൻ പറ്റും. അതും ഫസ്റ്റ് പാർട്ട് വീഡിയോയിലുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നേരത്തെ നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിലായിരുന്നു എ ബി എന്ന് പറയുന്ന കോഡും സി ഡി എന്ന് പറയുന്ന കോഡും സർക്കിളിൻ്റെ ഉള്ളിലായിരുന്നു കൂട്ടിമുട്ടിയത്. ഇനി ഉള്ളിൽ കൂട്ടിമുട്ടുന്നില്ല. എ ബി സി ഡി എന്ന് പറയുന്ന രണ്ട് കോഡ് ഉള്ളിൽ, സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസൈഡിൽ കൂട്ടിമുട്ടുന്നില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതിങ്ങനെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, കോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തൊരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. കൂട്ടിമുട്ടുന്ന പോയിന്റിന് പി എന്ന് തന്നെ പേര് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ സെയിം തന്നെയാണ്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. പക്ഷേ പി എ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്താണ്. പി ബി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ ബാക്കി പാർട്ടല്ല, ഇത് മൊത്തത്തിലാണ് പി ബി. അപ്പോൾ അവിടെ വാല്യൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പി സി ഇൻറ്റു പി ഡി, അപ്പോൾ പി സി ഇവിടെ വരെയുണ്ട്, പി ഡി ഇവിടെ വരെയുണ്ട്. അപ്പോൾ പി സി ഇൻറ്റു സി ഡി അല്ല, പി സി ഇൻറ്റു പി ഡി എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലുള്ള ലെങ്ത്ത് എടുക്കണം. അപ്പോൾ ലെങ്ത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ പി എ ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, പി എ ബി ആണ് 4 തന്നത്, 4 സെൻറ്റിമീറ്റർ തന്നത് എ ബി ആണ്. അതേപോലെ പി സി തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് സി ഡി എന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മുടെ ഇക്വേഷൻ എന്താ, പുറത്തുള്ള പോയിന്റ് പി ആണ്, എ ബിയും സി ഡി ആണ് കോഡ്സ് എങ്കിൽ പുറത്തുള്ള പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇക്വേഷൻ സെയിം ആണ്. പി എ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ് തന്നിട്ടുണ്ട്, ആ വാല്യൂ നമ്മൾ കൊടുത്തു നോക്കാം. പി എക്ക് 3 കൊടുക്കാം. പി ബി എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലാണ് പി ബി. പി എ മുതൽ ബി വരെ എന്ന് പറയുമ്പോൾ ഇവിടെ വരെയുണ്ട്. അപ്പോൾ പി ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ പി ബി എന്ന് പറയുന്നത് 3 + 4 7 വരുന്നുണ്ട്. 7 സെൻറ്റിമീറ്റർ ആണ് പി ബി. അപ്പോൾ 7 കൊടുക്കണം അവിടെ. പി സി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 2 കൊടുക്കാം. പി ഡി എന്ന് പറയുമ്പം നമുക്കറിയില്ല, അപ്പോൾ പി ഡിയും തന്നെ എഴുതാം. ഇനി പി ഡി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു 2 ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇൻറ്റു 2 ഇങ്ങോട്ട് വന്നാൽ എന്താവും, /2 ആവും. അപ്പോൾ 3 × 7 21 വരുന്നുണ്ട്. 21ൻ്റെ പകുതി /2 എന്ന് പറഞ്ഞാൽ 10.5 വരും അല്ലേ. അപ്പോൾ 10.5 ആണ് പി ഡി ടോട്ടൽ. നമ്മളിത് ചോദിച്ചത് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സി ഡി എന്നാണ്. അപ്പോൾ മൊത്തം 10.5 വരുന്നുണ്ട്. മൊത്തം 3 × 7 27/2 10.5. പി ഡി ഈക്വൽ ടു 10.5. പി ഡി 10.5 ആണ്. ഇത് മൊത്തത്തിൽ 10.5 ആണ്. അപ്പോൾ അതിൽ നിന്നും ഈ പി സി കുറച്ചാലാണ് നമുക്ക് സി ഡി കിട്ടുക. 10.5 2 സെൻറ്റിമീറ്റർ കുറച്ചാൽ എത്രയാണ്,
8.5 രണ്ടും കൂടെ കൂട്ടുമ്പം 10.5 കിട്ടുന്നുണ്ട്, പി ഡി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ സെയിം ആണ്. സർക്കിളിൻ്റെ രണ്ട് കോഡ് എ ബി സി ഡിയും ഉള്ളിൽ കൂട്ടിമുട്ടിയാലും പുറത്ത് കൂട്ടിമുട്ടിയാലും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. ഇവിടെ വാല്യൂ കൊടുക്കുന്നതിലാണ് വ്യത്യാസം. പുറത്താണെങ്കിൽ പി ബി എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്ത് ആണ്, അതേപോലെ പി ഡിയും ടോട്ടൽ ലെങ്ത് ആണ്. പിന്നെ ഇതിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട്, നമ്മൾ നേരത്തെ മോഡിഫൈ ചെയ്തത് എന്തായിരുന്നു, സർക്കിളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാവുമ്പോൾ ഒന്ന് ഡയാമീറ്ററും രണ്ടാമത്തതിന് പെർപെൻഡിക്കുലറും. ഇനി പുറത്ത് ഉള്ള പോയിൻ്റ് പി, അപ്പോൾ ഒരു കോഡ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പി എന്നുള്ള പോയിന്റിൽ നിന്നും രണ്ടാമത് ടാൻജൻ്റാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു കോഡും ടാൻജൻറ്റും വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എക്സ് വൈ ആണ് കോഡെങ്കിൽ, അതേപോലെ ടാൻജൻറ്റ് ടിയിലോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി ടി സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. നമുക്ക് സെയിം മോഡൽ തന്നെ ഇക്വേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കോഡിന് പേര് കൊടുത്തത് എ ബി എന്നായിരുന്നു. അതേപോലെ ഇവിടെ എ ബി എന്ന് പേര് കൊടുക്കുക. അതേപോലെ ടാൻജൻറ്റ് സി എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, എക്സിന് വൈക്ക് പകരം എ ബി എന്ന് കൊടുക്കാം, അതേപോലെ ടിക്ക് പകരം സി എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആയിട്ട് മാറും. മിസ്സിന് തോന്നുന്നു അതാണ് ഒന്നും കൂടെ പഠിക്കാൻ ഈസി എന്ന് തോന്നിയിട്ടുണ്ട്. എക്സും വൈ അതിലോട്ട് കൊണ്ടുവന്നാൽ വേറെ വേറെ കുറേ ഇക്വേഷൻ എന്ന് വിചാരിക്കും. അപ്പം എയും ബിയും തന്നെ കൊടുക്കുകയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വരും. നമ്മൾ നേരത്തെ സെമി സർക്കിളിൽ പറഞ്ഞതുപോലെ ഒന്ന് ഡയാമീറ്ററാണ്, അതേപോലെ ആ ഡയാമീറ്ററിന് പെർപെൻഡിക്കുലറാണ് രണ്ടാമത്തെ കോഡ്. ഇങ്ങനെ വരുന്ന കേസിൽ കൂട്ടിമുട്ടുന്ന പോയിൻറ്റിന് പി എന്നും ഡയാമീറ്ററിന് എ ബി എന്നും ഇതിന് സി എന്നും കൊടുത്തു കഴിഞ്ഞാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറഞ്ഞതുപോലെ പുറത്ത് പോയിൻ്റ് വരുമ്പോൾ ഒന്ന് ടാൻജൻറ്റും ആണ് ഒന്ന് കോഡ് എക്സ്റ്റെൻഡ് ചെയ്തതാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആയിരിക്കും. ഇവിടെയും സെയിം ഇക്വേഷനാണ് വരുന്നത്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്നിട്ട് ഒരു ഇക്വേഷനും കൂടെയുണ്ട്, ചാപ്റ്ററിലെ ലാസ്റ്റ് ഇക്വേഷനാണ്. അതിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ കോഡ് തന്നിട്ടുണ്ട്, രണ്ടും സെയിം സർക്കിളാണ്. ഫസ്റ്റ് പിക്ചറും സെക്കൻഡ് പിക്ചറും സെയിം സർക്കിളാണ്, സെയിം കോഡാണ്. ഫസ്റ്റ് പിക്ചറിൽ കോഡ് 4 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു, ആ പോയിന്റിൽ നിന്നും 6 സെൻറ്റിമീറ്റർ ഉള്ളൊരു കോഡ് വരച്ചിട്ടുണ്ട്. സെയിം കോഡ് തന്നെ സെയിം സർക്കിൾ തന്നെ 5 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ആ കോഡിൻ്റെ ലെങ്ത്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഡും ടാൻജൻറ്റും വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിരുന്നു, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എ ബി എന്നാണ് കോഡെങ്കിലാണ് എ ബി എന്ന കോഡും പുറത്തുള്ള പോയിന്റ് പി യു ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ടാൻജൻറ്റ് സി എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് ഉള്ളതെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. അതിൽ പി സി നമുക്കറിയാം 6 ആണ്. അപ്പോൾ പി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ. പി എ ഇൻറ്റു പി ബി, പി എ നമുക്കറിയില്ല, പി ബി നമുക്കറിയാം 4 സെൻറ്റിമീറ്റർ. ഓക്കെ, പി എ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പി എ ഇൻറ്റു 4 ഈക്വൽ ടു 6 സ്ക്വയർ. 6 സ്ക്വയർ 36 ആണ് നമുക്കറിയാം. അപ്പോൾ പി എനെ അവിടെ നിർത്തുക, ഇൻറ്റു 4നെ അങ്ങോട്ട് കൊണ്ടുപോവുക. 36ൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ബൈ 4 ആവും. അപ്പോൾ അത് 9 കിട്ടി. അപ്പോൾ പി എ ആണ് 9, അതിൽ പി ബി 4 ആണെങ്കിൽ ഈ എ ബി എത്രയുണ്ടാവും, ടോട്ടൽ 9 അല്ലേ പി എ എന്ന് പറയുന്നത്, പി മുതൽ എ വരെ 9 ആണ്, ഇത് 4 ആണ്. അപ്പോൾ ഇവിടെ 5 അല്ലേ ഉണ്ടാവുക, എന്നാലല്ലേ ടോട്ടൽ പി എ 9 വരുള്ളൂ. 5 + 4, ഇത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി എ ബി. അപ്പോൾ താഴത്തെ എ ബി 5 ആണ് നമുക്ക് കിട്ടി. ഇനി അവിടെ ഈക്വേഷൻ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചൂടെ. എ ബി സെയിം കോഡാണെന്ന് പറഞ്ഞിട്ടില്ലേ. ഇൻ സെക്കൻഡ് പിക്ചർ സെയിം ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്തത്.
ബിറ്റ് മോർ ടു എ പോയിൻറ്റ് ആൻഡ് എ ടാൻജൻറ്റ് ഇറ്റ്. കുറച്ചും കൂടി അധികം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ. ഇവിടെ 4 ആണ് എക്സ്റ്റെൻഡ് ചെയ്തത്, ഇവിടെ 5 ആണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഈ സെയിം ലൈൻ തന്നെയാണ്, ആ ലൈനിന് മാറ്റമില്ല. അതുകൊണ്ട് ഇത് 5 തന്നെയാണ്. 5 + 5 10 വരും. കോഡിന് എ ബി എന്ന് തന്നെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉള്ള ആ പോയിൻറ്റിന് പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വീണ്ടും എഴുതാം. പി എ എത്രയാ 5 + 5 10 ഇൻറ്റു പി ബി 5 പി സി സ്ക്വയർ. ഇപ്പോൾ പി സി എന്ത് വരും? സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരാം. 10 × 5 50 ഇവിടെ ഉണ്ട്. 50 ആണ് പി സിൻ്റെ സ്ക്വയർ. അപ്പോൾ പി സി എന്ന് പറയുന്നത് സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ √50 വരും. √50 വേണമെങ്കിൽ 5 × 25 എന്ന് എഴുതാം. 25ൻ്റെ √5 വരും. ഇപ്പോൾ 5 റൂട്ടിനെ പുറത്തെടുക്കുക. 25 റൂട്ടിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 5 ആവും. പിന്നെ ബാക്കി റൂട്ടിനുള്ളിൽ 5 ഉണ്ട്. 5 √5 സെൻറ്റിമീറ്റർ എന്ന് വരും ഈ കോഡിൻ്റെ ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത്. അതാണ് ഇതിൻ്റെ ആൻസർ. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ റേഡിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ലൈൻ ആൻഡ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നും സർക്കിളിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് റേഡിയസ്. അപ്പോൾ സെൻറ്ററിൽ നിന്നും ഡി ഡിസ്റ്റൻസ് അകലെയാണ് നമ്മുടെ കോഡ് കൂട്ടിമുട്ടുന്ന പി എന്നുള്ള പോയിൻ്റ് എങ്കിൽ സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് പി, അതാണ് ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോഡിന് എങ്ങനെ എഴുതാം? ഈ പി എന്ന് പറയുന്നത് കോഡിനിപ്പം എ ബി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ, കൂട്ടിമുട്ടുന്ന പോയിൻറ്റിന് പി എന്നും കൊടുക്കുകയാണെങ്കിൽ ഡി ഡിസ്റ്റൻസ് അകലെയാണ്. സെൻറ്ററിൽ നിന്നും സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്നും ഡി ഡിസ്റ്റൻസ് അകലെയാണ് പി ഉള്ളത്. അപ്പോൾ പി എ എന്ന് പറയുന്നത് എന്താവും? കോഡിന് എ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ പി എ എന്ന് പറയുന്നത് എന്താവും? പി എ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ റേഡിയസ് ആണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ആണ്. സെൻറ്ററിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പോൾ റേഡിയസ് പ്ലസ് ഡി, ആർ പ്ലസ് ഡി അല്ലേ പി എ വരിക, ഇൻറ്റു പി ബി എന്നുള്ളിടത്ത് എന്താവും? പി ബി എന്ന് പറയുന്ന ഈ സ്മോൾ ലൈൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നും ബി വരെ, സെൻറ്ററിന് ഒ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഒ ബി എന്ന് പറയുന്നത് ആറാണ്, റേഡിയസ് ആണ്. അതിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാ? സെൻറ്ററിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പോൾ റേഡിയസിൽ നിന്നും ഈ ഡി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പി ബി ആയിരിക്കൂലേ. അപ്പോൾ പി ബിക്ക് നമുക്ക് ആർ മൈനസ് ഡി എന്നും പി എക്ക് നമുക്ക് ആർ പ്ലസ് ഡി എന്നും കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? പി എ ഇൻറ്റു പി ബി, അല്ലെങ്കിൽ പി എ ഇൻറ്റു പി ബി എന്ന് പറയാം, അല്ലെങ്കിൽ സി ഡി എന്നാണ് കോഡിന് പേര് കൊടുക്കുന്നതെങ്കിൽ പി സി ഇൻറ്റു പി ഡി എന്നും പറയാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി എന്നുള്ളത് ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി എന്നായിട്ട് മാറും. ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതേപോലെ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ത് വരും? ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി എന്ത് വരും? ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ പി എ ഇൻറ്റു പി ബി, ഒരു കോഡിൻ്റെ രണ്ട് പാർട്സ് എന്ന് പറയുന്നത് പി എയും പി ബി ആണെങ്കിൽ, എ ബി ആണ് കോഡ്, അതിൻ്റെ പാർട്സ് പി എ ഇൻറ്റു പി ബി ആണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പോൾ ഡിസ്റ്റൻസും റേഡിയസും ഒക്കെ തന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കോഡിൻ്റെ പാർട്സ് തന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ആർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഈ സർക്കിളിൻ്റെ പുറത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിലും സെയിം തന്നെയാണ്, ഇക്വേഷൻ സെയിം തന്നെയാണ്. അവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് നമ്പർ കിട്ടും. അപ്പോൾ ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. പക്ഷേ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡ് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സ് വൈ ആണ് കോഡ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് വന്നത്. ഇനി എ ബി ആണ് കോഡെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് വരും. അപ്പോൾ നെഗറ്റീവ് വരുന്ന കേസിൽ അതിൻ്റെ മോഡ് എടുത്താൽ മതി. മോഡ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇതാണ് ലാസ്റ്റ് ഇക്വേഷൻ.
ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ പിക്ചർ എ ലൈൻ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ കട്ട്സ് എ കോഡ്. സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്ന ഒരു ലൈന് കോഡിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്നും ഈ കോഡിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? 2. അപ്പോൾ ഡി അല്ലേ 2 സെൻറ്റിമീറ്റർ എന്നത്. സെൻറ്ററിൽ നിന്നും കോഡിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? അതാണ് ഡി. അതിവിടെ 2 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ കോഡിൻ്റെ 2 പാർട്ടും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. കോഡിൻ്റെ പാർട്സ് 3 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ബി എന്ന് പേര് കൊടുക്കുകയാണ് കോഡിന്. കൂട്ടിമുട്ടുന്ന പോയിൻറ്റിന് പി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ, കോഡിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിന് പി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി അല്ലേ ഇവിടെ 3ഉം 1ഉം. പി എ, അപ്പോൾ നമ്മുടെ പി എയും പി ബി ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. റേഡിയസ് വരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി പഠിച്ചിട്ടുണ്ട്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 2 കണ്ടീഷൻ വരുമ്പോഴാണ്. ഡയാമീറ്ററും പെർപെൻഡിക്കുലർ ലൈനൊക്കെ വരുമ്പോഴാണ്. പിന്നെ ടാൻജൻറ്റ് വരുമ്പോഴാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. റേഡിയസ് വരുന്ന ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് വൈ ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്, പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അപ്പോൾ ആർ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. പി എയും പി ബി അറിയാം, 3ഉം 1ഉം ആണ്. കോഡിൻ്റെ 2 പാർട്സ് പി എ ഇൻറ്റു പി ബി 6ഉം 3ഉം 1ഉം ആണ്. ഇപ്പോൾ 3 ഇൻറ്റു 1 ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ, ആർ സ്ക്വയർ നമുക്കറിയില്ല, അങ്ങനെ തന്നെ ഇതാ. ഡി എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഈ കോഡിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ്, അത് 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡീൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ, ആർ സ്ക്വയർ മൈനസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഇവിടെ 3 ഇൻറ്റു 1 3 വരും. അപ്പോൾ -4 ഇങ്ങോട്ട് വരുമ്പോൾ +4 ആവും. അപ്പോൾ 3 + 4 അടുത്ത സ്റ്റെപ്പിൽ 7 ആവും. റൈറ്റ് സൈഡിൽ ആർ സ്ക്വയർ തന്നെയാണുള്ളത്. ആറിൻ്റെ സ്ക്വയറാണ് 7. അപ്പോൾ സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ റൂട്ട് ആവും. അപ്പോൾ 6 നമുക്ക് കിട്ടി, √7. റേഡിയസ് അല്ലേ, അതുകൊണ്ട് യൂണിറ്റ് സെൻറ്റിമീറ്റർ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കോഡിൻ്റെ 4.5 ആണ് തന്നിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് 2 സെൻറ്റിമീറ്റർ അകലെയാണ് തന്നിട്ടുണ്ട്. സെൻറ്ററിൽ നിന്നും 3 സെൻറ്റിമീറ്റർ ആണ് അകലെയാണ് പോയിൻ്റ്, സർക്കിളിലെ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇത് റേഡിയസ് ആണ്. റേഡിയസ് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി 2 പാർട്സ് ഓഫ് ദി കോഡ്. ഈ കോഡിൻ്റെ 2 പാർട്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ റേഡിയസും ഡിസ്റ്റൻസൊക്കെ വരുന്ന ഇക്വേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി അല്ലെങ്കിൽ പി എക്സ് ഇൻറ്റു പി വൈ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. 6 3 ആണ് തന്നിട്ടുണ്ട്, അപ്പോൾ 3 സ്ക്വയർ. ഡിസ്റ്റൻസ് 2 ആണ് തന്നിട്ടുണ്ട്, അപ്പോൾ 2 സ്ക്വയർ. 9 - 4 = 5. പി എ ഇൻറ്റു പി ബി 5 ആണ്. അപ്പോൾ ഈ പി എയും പി ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടണം. ഇത് ആഡ് ചെയ്താലോ, കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണ്? 4.5. അപ്പം 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടണമെങ്കിൽ 1 × 5 മാത്രമേ ഉള്ളൂ. പക്ഷേ 1ഉം 5ഉം ആഡ് ചെയ്താൽ 6 ആയിപ്പോവും. 6 വരാൻ പാടില്ല, 4.5 വരാൻ പാടുള്ളൂ. പിന്നെ ഏതൊക്കെ 2 നമ്പറും, ഇപ്പോൾ പോയിൻ്റ് വരുന്ന നമ്പർ ആയിരിക്കണം. പിന്നെ ഏതൊക്കെ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 5 കിട്ടുക? 2 × 2.5 ചെയ്താൽ 2 × 2 5 അല്ലേ? 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടുന്നുണ്ട്. പി എ ഇൻറ്റു പി ബി 2ഉം 2.5 ആണെങ്കിലോ മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടുന്നുണ്ട്. പി എ ഇൻറ്റു പി ബി 5 കിട്ടുന്നുണ്ട്. അത് ആഡ് ചെയ്യുമ്പോഴോ, 2ഉം 2.5 ആഡ് ചെയ്യുമ്പോഴോ 4.5 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പി എയും 2 പാർട്സ് ഏതൊക്കെയാണ്? പി എ ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്നും പി ബി ഈക്വൽ ടു 2.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 5 കിട്ടണം. പി എ ഇൻറ്റു പി ബി 5 ആണ്. അതേപോലെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ 4.5 ആണ് വരുന്നത്. പി എയും പി ബിയും 2 പാർട്സാണ്, ആഡ് ചെയ്താൽ 4.5 കിട്ടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യന് ഇവിടെ എ ബി ഡയാമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നത്? ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് ടു എ പോയിൻ്റ്. ഡയാമീറ്റർ പിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താ വരിക? പി ബി ഇൻറ്റു പി എ അല്ലെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി ക്യു സ്ക്വയർ അല്ലേ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ക്യൂലോട്ടാണ് ടാൻജൻറ്റ് വരച്ചത്, അതുകൊണ്ടാണ് പി ക്യു സ്ക്വയർ എന്ന് പറയുന്നത്. സിയിലോട്ടാണെങ്കിൽ പി സി സ്ക്വയർ, ടിയിലോട്ടാണെങ്കിൽ പി ടി സ്ക്വയർ. എന്തായാലും ടാൻജൻറ്റിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്, 4 ആണ് തന്നിട്ടുണ്ട് അല്ലേ?
അതുപോലെ PA തന്നിട്ടുണ്ട് 8 ആണ് തന്നിട്ടുണ്ട്, PB തന്നിട്ടില്ല. അപ്പോൾ PB നമുക്ക് കണ്ടുപിടിക്കാം. PQൻ്റെ സ്ക്വയറാണ്, അപ്പോൾ 4ൻ്റെ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഇപ്പം PB ആണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 ആണ്. ഇവിടെ PBനെ ഒറ്റയ്ക്ക് ആക്കുക, ഇൻറ്റു 8നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ ബൈ 8 ആവും. 16/8 2. അപ്പോൾ PB 2 സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടി. PB 2 ആണെങ്കിൽ ഇത് AB ഡയാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഡയാമീറ്റർ എത്രയായിരിക്കും? ഇത് ടോട്ടൽ 8 ആണ്, അതിൽ ഇത് 2 ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ടാവും? 6 വരണ്ടേ, എന്നാലല്ലേ ടോട്ടൽ 8 വരുള്ളൂ. അപ്പോൾ ഡയാമീറ്റർ 6 ആണ്, അപ്പോൾ അതിൻ്റെ ഹാഫ് എത്രയാ? 3. റേഡിയസ് വരിക ഡയാമീറ്ററിൻ്റെ ഹാഫാണ്, 3 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ? R ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാൽ അതിനും ആൻസറായി. അടുത്തത് ഇത് നമ്മൾ പറഞ്ഞു, PA × PB = PC സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ്. അടുത്തത് പ്രൂവ് ചെയ്യാനാണ്. പ്രൂവ് ചെയ്യാനെന്ന് പറയുമ്പോഴത്തേക്ക് പേടിക്കേണ്ട, സിമ്പിളാണ്. ഇവിടെ 2 സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ദ ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 സർക്കിൾ ഈസ് ഡ്രോൺ ആൻഡ് ഫ്രം എ പോയിൻ്റ് ഓൺ ഇറ്റ്. ഇപ്പോൾ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും ലൈന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സർക്കിളിൻ്റെയും കോഡാണ് ഇത് വരുന്നത്. അത് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത പോയിന്റിന് നമുക്ക് P എന്ന് വിളിക്കാം, കോഡിന് നമുക്ക് AB എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ PA × PB അല്ലെങ്കിൽ PB × PA അങ്ങനെ ഇതായാലും കുഴപ്പമില്ല. ടാൻജൻറ്റ് നമുക്കൊന്ന് C എന്നും ഒന്ന് D എന്നും വിളിക്കാം. ആദ്യം സ്മോൾ സർക്കിളിൻ്റെ എഴുതാം. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി ഈ ടാൻജൻറ്റ് ഈക്വലാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. PC യും PD യും ഈക്വലാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്മോൾ ട്രയാങ്കിൾ ഇതെന്ത് വരും? ഈ കോഡിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ? PA × PB = PC സ്ക്വയർ വരും. സ്മോൾ ട്രയാങ്കിൾ PA നമ്മൾ പഠിച്ചതാണല്ലേ, പുറത്താണ് പോയിൻ്റെങ്കിൽ ടാൻജൻറ്റ് വരുന്ന കേസിൽ PA × PB = PC സ്ക്വയർ എന്നായിട്ട് മാറും നമ്മുടെ ഇക്വേഷൻ. അതേപോലെ ലാർജ് ട്രയാങ്കിളിലും എന്ത് തന്നെ വരുന്നുണ്ട്? ലാർജ് ട്രയാങ്കിളിൻ്റെയും കോഡാണല്ലോ ഇത്. ലാർജ് ട്രയാങ്കിൾ ഇല്ല, ലാർജ് സർക്കിൾ. സ്മോൾ ട്രയാങ്കിൾ ഇല്ല കേട്ടോ, സ്മോൾ സർക്കിൾ. ഇനി ലാർജ് സർക്കിളിലോ? ലാർജ് സർക്കിളിൻ്റെയും കോഡാണിത്. PA × PB = ഇവിടുത്തെ ടാൻജൻറ്റ് PD ആണ്. അപ്പോൾ PA × PB കോഡ് സെയിം ആയതുകൊണ്ട് PA × PB = PD സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ PA × PB PC സ്ക്വയർ ആണ്, PA × PB PD സ്ക്വയർ ആണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? PC സ്ക്വയർ = PD സ്ക്വയർ. PCൻ്റെ സ്ക്വയർ PDൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ PC യും PD യും ഈക്വൽ ആയിരിക്കും. 2 സൈഡിലും സ്ക്വയർ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തൂടെ? 2 സൈഡിലും ഒരേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ PC = PD നമ്മൾ പ്രൂവ് ചെയ്തു. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? PC യും PD യും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദിസ് ടാൻജൻസ് ആർ ഈക്വൽ, ഹെൻസ് പ്രൂവ്ഡ്. അല്ലെങ്കിൽ സോ ദിസ് ടാൻജൻസ് ആർ ഈക്വൽ എന്ന് എഴുതാം. അപ്പോൾ പ്രൂവ് ചെയ്തു. സിമ്പിൾ. ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മുഴുവൻ ഇക്വേഷനുമാണ്, മുഴുവൻ പിക്ചറുമാണ്. സെയിം ഈ ഒറ്റ ഇക്വേഷനാണ് ബാക്കിയൊക്കെ വന്നിട്ടുള്ളത്. സർക്കിളിലെ 2 കോഡ് സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻ്റർസെക്റ്റ് ചെയ്താലും PA × PB = PC × PD ആണ്. 2 കോഡ് സർക്കിളിൻ്റെ പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്താലും കൂട്ടിമുട്ടിയാലും PA × PB = PC × PD തന്നെയാണ്. ഇക്വേഷൻ സെയിം തന്നെയാണ്. പക്ഷെ അവിടെ വാല്യൂ കൊടുക്കുമ്പോൾ PB എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് ഉണ്ട്, PD എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് ഉണ്ട് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. വാല്യൂ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. പേര് കൊടുക്കുമ്പോഴും കോഡിൻ്റെ പേര് കൂട്ടിമുട്ടുന്ന പോയിൻറ്റിന് P തന്നെ കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ഉള്ളിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസ്, ഉള്ളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേസിൽ 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന് ഡയാമീറ്ററാണ്, രണ്ടാമത്തെ കോഡ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എന്തായിട്ട് മാറും? PA × PB PC × PDക്ക് പകരം PC സ്ക്വയർ ആവും. അതേപോലെ തന്നെ പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് കോഡ് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ടാൻജൻറ്റ് വരുന്ന കേസിലും ഇവിടെ ഡയാമീറ്ററും പെർപെൻഡിക്കുലറും, ഇവിടെ ടാൻജൻറ്റ് പുറത്തുള്ള പോയിൻ്റ് ആണെങ്കിൽ പോയിൻ്റ് ഒന്നും വരയ്ക്കുന്ന ടാൻജൻറ്റ്, ആ കേസിലും PA × PB = PC സ്ക്വയർ ആണ് വരുന്നത്. ഇവിടെ കോഡിൻ്റെ പേര് AB ആയിരിക്കണം, ടാൻജൻറ്റ് സർക്കിളിൽ
ടി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കണം ടാൻജൻറ്റ് വരയ്ക്കുന്നത്. അങ്ങനെയാകുമ്പോഴാണ് പി എ ഇൻറ്റു പി ബി പി സി സ്ക്വയർ. ഇനി എക്സ് വൈ ആണ് കോഡ് ടി എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് ടാൻജൻറ്റ് വരയ്ക്കുന്നതെങ്കിൽ പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി ടി സ്ക്വയർ എന്നായിട്ട് മാറും. അതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. മിസ് ഇത് രണ്ടും ഒരേപോലെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റ ഇക്വേഷനിൽ ഓർത്ത് വെക്കാൻ വേണ്ടി എ ബി എന്ന് പേര് കൊടുത്തു, ടാൻജൻറ്റ് പി സി എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ രണ്ട് ഇക്വേഷനും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് റേഡിയസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ റേഡിയസാണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ, അല്ലെങ്കിൽ റേഡിയസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ റേഡിയസ് വരുന്ന ഇക്വേഷൻ നമ്മൾ എഴുതണം, 6 വരുന്ന ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഒരു കോഡിൻ്റെ പാർട്സ് തന്നിട്ടുണ്ട്. പി എയും എ ബി എന്ന് പറയുന്ന കോഡാണെങ്കിൽ പി എ ഇൻറ്റു പി ബി എന്ന് പറയും. ഇനി എക്സ് വൈ ആണ് കോഡിന് കൊടുത്തതെങ്കിൽ പി എക്സ് ഇൻറ്റു പി വൈ എന്നാണ് കൊടുക്കേണ്ടത്. ഞാൻ എല്ലാം ഒറ്റ ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നതാണ്, അതുകൊണ്ടാണ് പി എ ഇൻറ്റു പി ബി എന്ന് കൊടുത്തത്. എ ബി എന്ന് പറയുന്ന കോഡാണെങ്കിലാണ് ഇവിടെ പി എ ഇൻറ്റു പി ബി എന്ന് വരിക കേട്ടോ. എക്സ് വൈക്ക് പകരം എ ബി എന്നാണ് പേര് കൊടുക്കുന്നതെങ്കിൽ പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയറിന് ഈക്വലാണ്. റേഡിയസ് ആണ് ആർ. ഡി എന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്നും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കോഡിനെ കട്ട് ചെയ്യുന്ന ആ പോയിൻ്റ്, അതാണ് പി. അതാണ് ഡിസ്റ്റൻസ്, സെൻട്രലിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, സെൻട്രലിൽ നിന്നും കോഡിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇതാണ് ലാസ്റ്റ് ഇക്വേഷൻ. ആ ഇക്വേഷൻ തന്നെയാണ് സർക്കിളിൻ്റെ പുറത്തുള്ള പോയിൻ്റാണ് പി എങ്കിലും ഇവിടെ കോഡിൻ്റെ പേര് എ ബി എന്നാണെങ്കിൽ ആ കോഡാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, ഇത് പി എന്ന് പറയുന്ന പോയിൻറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അവിടെ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോഡ് എടുത്താൽ മതി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു മോഡ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 6 പിക്ചറും ഈ ഒരു 3 ഇക്വേഷനും ഇത് കമ്പയർ ചെയ്തിട്ട് 3 ഇക്വേഷനും ഓർത്ത് വെക്കുകയാണെങ്കിൽ ചാപ്റ്റർ ഈസി ആയിരിക്കും. പിന്നെ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യനെ ശ്രദ്ധിക്കാനുള്ളൂ. സെയിം ഏരിയ വരുന്ന സ്ക്വയർ വരയ്ക്കാനും റെക്റ്റാങ്കിൾ വരയ്ക്കാനും ഫസ്റ്റ് വീഡിയോയിലുണ്ട്, അത് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ മാർക്കും ഫുൾ മാർക്ക് തന്നെ നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇക്വേഷനും എഴുതി ഒട്ടിക്കുക, കൺസ്ട്രക്ഷനും വരച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.